ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഗ്രാമർ അധികം യൂസ് ചെയ്യാതെ ഇംഗ്ലീഷ് എളുപ്പത്തിൽ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്ന വളരെ ചെറിയ വാചകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ വിത്തൗട്ട് ഡിലേ. ഓക്കെ, ഫസ്റ്റിലെത്തത് ഇനി മുതൽ. ഇനി മുതൽ എന്നതിന് ഫ്രം നൗ ഓൺ എന്ന് പറയാം. ഫ്രം നൗ ഓൺ, ഫ്രം നൗ ഓൺ, ഇനി മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ. ശ്രദ്ധിച്ച് ചെയ്യ്, ശ്രദ്ധിച്ച് ചെയ്യ്, ഡു വിത്ത് കെയർ. ശ്രദ്ധിച്ച് ചെയ്യ്, ഡു വിത്ത് കെയർ. ഇതിനാണ് നമ്മൾ ഒന്നിച്ച് പറഞ്ഞാലോ? ഒന്നിച്ച് പറഞ്ഞാൽ ഇനി മുതൽ ശ്രദ്ധിച്ച് ചെയ്യ് എന്ന് പറയാം. ഇനി മുതൽ ശ്രദ്ധിച്ച് ചെയ്യ്, ഡു വിത്ത് കെയർ ഫ്രം നൗ ഓൺ. ഇത് തിരിച്ച് പറയുകയും ചെയ്യാം. ഫ്രം നൗ ഓൺ, ഡു വിത്ത് കെയർ. ഫ്രം നൗ ഓൺ, ഡു വിത്ത് കെയർ. അതേപോലെ തന്നെ മറ്റൊരു ഫ്രേസാണ് ഫ്രം ദേർ ഓൺ എന്നത്. ഫ്രം ദേർ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് എന്നാണ്. അവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഞാൻ പറയാണ്, അവിടുന്ന് അങ്ങോട്ട് എൻ്റെ നല്ല സമയമായിരുന്നു. ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ടൈം ഫ്രം ദേർ ഓൺ. ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ടൈം ഫ്രം ദേർ ഓൺ. ഇത് നെക്സ്റ്റ് വൺ, അതിനുശേഷം. അതിനുശേഷം എന്നതിന് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയാം. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം. ആഫ്റ്റർ ദാറ്റ്, പിന്നെ എന്ന് പറയാം. ദെൻ, ദെൻ, പിന്നെ. ഇനി എന്നതിന് ദെൻ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് പറയുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു തുടർച്ച കിട്ടാൻ, ഫ്ലോ കിട്ടാനൊക്കെ ഇത് യൂസ് ചെയ്യും, ഇടയ്ക്ക് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡെയിലി റൂട്ടീനൊക്കെ പറയുന്ന സമയത്ത് ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു, പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയി, അതിനുശേഷം പല്ല് തേച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. ഐ വോക്ക് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. പിന്നെ ഞാൻ ടോയ്ലറ്റിൽ പോയി. ദെൻ വെൻറ്റ് ടു ദ ടോയ്ലറ്റ്. ദെൻ വെൻറ്റ് ടു ദ ടോയ്ലറ്റ്. അതിനുശേഷം പല്ല് തേച്ചു. ആഫ്റ്റർ ദാറ്റ് ബ്രഷ് ദ ടീത്ത്. ആഫ്റ്റർ ദാറ്റ് ബ്രഷ് ദ ടീത്ത്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ മാത്രമല്ല, എന്ത് കാര്യം പറയുമ്പോഴായാലും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്നത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. പറഞ്ഞിട്ടൊരു കാര്യമില്ല മീനിങ് ഒരു പ്രയോജനവുമില്ല എന്നർത്ഥം. പറഞ്ഞിട്ടൊരു കാര്യമില്ല. നോ യൂസ് ടു ടെൽ. നോ യൂസ് ടു ടെൽ. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ഡു. നത്തിങ് ഈസ് ഗോയിങ് ടു ഡു. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൺ. ദെൻ കിട്ടിയിട്ടൊരു കാര്യമില്ല. കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നോ യൂസ് ടു ഗെറ്റ്. നോ യൂസ് ടു ഗെറ്റ്. ഇവിടെ സ്ട്രക്ചർ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നോ യൂസിന് മുന്നേ നമുക്ക് ദർ ഈസ് യൂസ് ചെയ്ത് പറയണം. ദർ ഈസ്. ദർ ഇസ് നോ യൂസ് ടു ടെൽ. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദർ ഇസ് നോ യൂസ് ടു ഗെറ്റ്. കിട്ടിയിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ പറയാം. യൂസ്. ദെൻ എൻ്റെ ജോലി തീർന്നു എന്ന് പറയാൻ. എൻ്റെ ജോലി തീർന്നു. മൈ വർക്ക് ഈസ് ഓവർ. മൈ വർക്ക് ഈസ് ഓവർ. ഓവർ എന്ന് പറഞ്ഞാൽ തീർന്നു, കഴിഞ്ഞു എന്നർത്ഥം. മൈ വർക്ക് ഈസ് ഓവർ. എൻ്റെ ജോലി തീർന്നു. ഇവിടെ ശ്രദ്ധിക്കുക എന്ന് പറയാനോ? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ, ഹിയർ. ഫോക്കസ് ഹിയർ. ഫോക്കസ് ഹിയർ. അല്ലെങ്കിൽ ലിസൺ ഹിയർ എന്നും പറയാം. ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിക്കുക. നീ ഒരു വായാടിയാണ്. നീ ഒരു വായാടിയാണ്. അമിതമായിട്ട് സംസാരിക്കുന്നവരെയാണ് നാം അങ്ങനെ വിളിക്കാറ്, വായാടി. യു ആർ ടോക്കറ്റീവ്. യു ആർ ടോക്കറ്റീവ്. ടോക്കറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായി സംസാരിക്കുന്നവർ. അതാണ് ടോക്കറ്റീവ്. യു ആർ ടോക്കറ്റീവ്. അങ്ങനെ പറയുന്നവരോട് നമ്മൾ എന്ത് പറയണം? മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കുന്നു പറയും അല്ലേ? മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കുക. സംസാരിക്കാതെ മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കുക. ഷട്ടപ്പ് ആൻഡ് ലിസൺ. ഷട്ടപ്പ് ആൻഡ് ലിസൺ. ഷട്ടപ്പ് ആൻഡ് ലിസൺ. ഞങ്ങളെ വന്ന് സഹായിക്കുക. ഞങ്ങളെ വന്ന് വെറുതെ സംസാരിക്കാണ്ട് ഞങ്ങളെ വന്ന് സഹായിക്കുക. കം ആൻഡ് ഹെൽപ്പ് അസ്. കം ആൻഡ് ഹെൽപ്പ് അസ്. കം ആൻഡ് ഹെൽപ്പ് അസ്. എൻ്റെ കൂടെ വരൂ. എൻ്റെ കൂടെ വരൂ എന്ന് പറയാൻ കം വിത്ത് മീ. കം, വരിക. കം വിത്ത് മീ, എൻ്റെ കൂടെ. കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. നമുക്ക് ഒന്നിച്ചു പോവാം. നമുക്ക് ഒന്നിച്ചു പോവാം. ലെറ്റ്സ് ഗോ വിത്ത്. ലെറ്റ്സ് ഗോ വിത്ത്. നമുക്ക് ഒന്നിച്ചു പോവാം എന്നതിന് ലെറ്റ്സ് ഗോ വിത്ത്, അല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ടുഗെദർ എന്ന് പറയും. ലെറ്റ്സ് ഗോ ടുഗെദർ. ലെറ്റ്സ് ഗോ ടുഗെദർ. വാശി പിടിക്കരുത്. വാശി പിടിക്കരുത്, നിങ്ങൾ കടുംപിടുത്തം പിടിക്കരുത്. ഡോൺ എഡമെൻറ്റ്.
ഡോൺ അഡമൻറ്റ് ഡോൺ അഡമൻറ്റ് വാശി പിടിക്കരുത്. ഇത് മനസ്സിൽ വെച്ചേക്ക്, ഇത് മനസ്സിൽ വെച്ചേക്ക്. കീപ് ഇറ്റ് ഇൻ മൈൻഡ് ഇത് മനസ്സിൽ വെച്ചേക്ക്. ആരോടും പറയരുത്. ഡോണ്ട് സേ ടു എനിവൺ ആരോടും പറയരുത്. രഹസ്യമാക്കി വെക്കണം. ഒരിക്കലും പറയില്ല എന്ന് പറയാം നെവർ സേ ഒരിക്കലും പറയില്ല, നെവർ സേ. ഇതെന്നും രഹസ്യമായി സൂക്ഷിക്കൂ എന്ന് പറയാം. ഇതെന്നും രഹസ്യമായി സൂക്ഷിക്കൂ. കീപ് ഇറ്റ് എവർ സീക്രട്ട്ലി എവർ എന്നും എല്ലാ കാലത്തേക്കുന്നതാണ് എവറിൻ്റെ മീനിങ്. എവർ സീക്രട്ട്ലി. ഇത് ന്യായമല്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. ഇത് അന്യായമാണ് എന്ന് പറയാം. ഇറ്റ്സ് അൺഫെയർ എന്ന് പറയാം. ഇറ്റ്സ് അൺഫെയർ. ഇതാരാണ് പൊട്ടിച്ചത്? ഹൂ ബ്രോക്ക് ദിസ് എന്തോ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണിത് പൊട്ടിച്ചത്? ഹൂ ബ്രോക്ക് ദിസ്. ഇതൊന്ന് വേഗം ശരിയാക്ക്. വേഗം സൂൺ ഉടനെ എന്ന് പറയുന്നതിന് സൂൺ. ഫിക്സ് ഇറ്റ് സൂൺ ഉടനെ ശരിയാക്ക്. ഫിക്സ് ഇറ്റ് സൂൺ. ദെൻ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ വിശേഷം ചോദിക്കൂലേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന രീതിയിൽ. ഹൗ തിങ്സ് ആർ ഗോയിങ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹൗ തിങ്സ് ആർ ഗോയിങ് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാൻ ഹൗസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കാം. ഹൗസ് ഇറ്റ് ഗോയിങ്. എല്ലാം പതിവ് പോലെ എന്ന് പറയാൻ ആസ് യൂഷ്വൽ. പതിവ് പോലെ എന്ന് പറയാൻ ആസ് യൂഷ്വൽ. ഒരു മാറ്റവുമില്ല എന്ന് പറയാൻ ഒരു മാറ്റവുമില്ല. നോ ചേഞ്ച് അറ്റ് ഓൾ. അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണോ? ഈസ് ഇറ്റ് സോ. ആണോ എന്ന് ചോദിക്കാൻ ഈസ് ഇറ്റ്. ആണോ? ഈസ് ഇറ്റ്. അല്ലേ എന്ന് ചോദിക്കാനോ? ഈസിൻറ്റ് ഇറ്റ്. ഈസിനോട് നോട്ട് എന്ന ഒരു നെഗറ്റീവ് ചേർത്താൽ എന്താവും? ആണോ എന്നുള്ളത് അല്ലേ എന്നാവും. ഈസിൻറ്റ് ഇറ്റ്. ഇനി എന്ത് എന്ന് ചോദിക്കാനോ? ഇനി എന്ത്? ദെൻ വാട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടെന്ത് എന്നുള്ളതിന് ദെൻ വാട്ട്. അതിനെന്ത് അല്ലെങ്കിൽ അതുകൊണ്ടെന്ത് എന്ന് പറയാനോ? അതുകൊണ്ടെന്ത് അല്ലെങ്കിൽ അതിനെന്ത്? സോ വാട്ട്. അതിനെന്ത്? സോ വാട്ട്. ഞാൻ പോട്ടെ. ലെറ്റ് മീ ലീവ് അല്ലെങ്കിൽ ലെറ്റ് മീ ഗോ എന്ന് പറയാം. ലെറ്റ് മീ ലീവ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ് മീ ഗോ എന്ന് പറയാം. ഇതൊരു ജസ്റ്റ് ഇൻഫോർമായിട്ടുള്ളൊരു അനുവാദം ചോദിച്ചു പോകുന്നത് പോലെയാണ്. അതിപ്പോൾ ഫോർമലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പൊക്കോട്ടെ എന്നെങ്ങനെ ചോദിക്കും? ഞാനിപ്പോൾ പൊക്കോട്ടെ. ഷാൾ ഐ ലീവ് നൗ അല്ലെങ്കിൽ ഷാൾ ഐ ഗോ നൗ എന്ന് ചോദിക്കാം. ഷാൾ ഐ ഗോ നൗ. അവളുടെ കൂടെ പോവും. ഒറ്റയ്ക്ക് പോകണ്ട, അവളുടെ കൂടെ പോവും. ഒറ്റയ്ക്ക് പോകണ്ട അല്ലെങ്കിൽ തനിയെ പോകണ്ട എന്ന് പറയാൻ ഡോണ്ട് ഗോ എലോൺ. ഗോ വിത്ത് ഹെർ. അവളുടെ കൂടെ പോ. ഗോ വിത്ത് ഹെർ. അവരുടെ കൂടെ പോകുമെന്ന് പറയാനാണോ? അവരുടെ കൂടെ. ഗോ വിത്ത് ദം. ഞാൻ അവളെ കൊണ്ടുപോകാം. ഐ വിൽ ടേക്ക് ഹെയർ. ടേക്ക് കൂടെ കൊണ്ടുപോവുക എന്ന അർത്ഥത്തിലാണ് ടേക്ക് യൂസ് ചെയ്യുന്നത്. ഐ വിൽ ടേക്ക് ഹെയർ. താഴെ ഇറങ്ങ്. എൻ്റെ മേളിൽ കയറിയിരിക്കണം, അപ്പോൾ താഴെ ഇറങ്ങ്. ഗെറ്റ് ഡൗൺ. താഴെ ഇറങ്ങ്. ബെഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പറയും ഗെറ്റ് ഡൗൺ, താഴെ ഇറങ്ങ്. ഇത് പിടിക്ക്. ഹോൾഡ് ഇറ്റ്. ഇത് പിടിക്കുന്ന പറയാൻ ഹോൾഡ് ഇറ്റ്. അതെനിക്ക് താ. ഗിവ് ഇറ്റ് മീ. ഗിവ് ഇറ്റ് മീ. അത് ഇങ്ങടേക്ക് താ എന്ന് പറയാൻ ഇങ്ങടേക്ക് താ. ഗിവ് ഇറ്റ് ഹിയർ. അത് തിരിച്ചു താ എന്ന് പറയാനോ? അതിങ്ങോട്ട് തിരിച്ചു താ. ഗിവ് ഇറ്റ് ബാക്ക്. ഞാനിത് ഒരിക്കലും തിരിച്ചു തരില്ല. ഐ നെവർ ഗിവ് ഇറ്റ് ബാക്ക്. ദെൻ വാതിലടച്ചേക്ക് അല്ലെങ്കിൽ വാതിലടക്കൂ എന്ന് പറയാൻ വാതിലടച്ചേക്ക്. ഷട്ട് ദ ഡോർ അല്ലെങ്കിൽ ക്ലോസ് ദ ഡോർ എന്ന് പറയാം. ആരോ വരുന്നുണ്ട്.
ആരോ വരുന്നുണ്ട്, അടക്കാൻ വരട്ടെ. ആരോ വരുന്നുണ്ട്. സംവൺ ഈസ് കമ്മിങ്. സംവൺ ഈസ് കമ്മിങ്. ആരോ വരുന്നുണ്ട്. സംവൺ ഈസ് കമ്മിങ്. വാതിലിന് പുറത്ത് ആരോ ഉണ്ട്. വാതിലിന് പുറത്ത് ആരോ ഉണ്ട്. സംവൺ ഈസ് അറ്റ് ദി ഡോർ. സംവൺ ഈസ് അറ്റ് ദി ഡോർ. സംവൺ ഈസ് അറ്റ് ദി ഡോർ. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. ആരോ വാതിലിൽ മുട്ടുന്നുണ്ട്. സംവൺ ഈസ് നോക്കിംഗ് അറ്റ് ദി ഡോർ. സംവൺ ഈസ് നോക്കിംഗ് അറ്റ് ദി ഡോർ. സംവൺ ഈസ് നോക്കിംഗ് അറ്റ് ദി ഡോർ. എൻ്റെ മൊബൈലൊന്ന് എടുത്തുകൊണ്ട് വരൂ. എൻ്റെ മൊബൈലൊന്ന് എടുത്തുകൊണ്ട് വരൂ. പ്ലീസ് ഗെറ്റ് മൈ മൊബൈൽ. പ്ലീസ് ഗെറ്റ് മൈ മൊബൈൽ. അല്ലെങ്കിൽ ഗെറ്റിന് പകരം ബ്രിങ് യൂസ് ചെയ്യാം. കൊണ്ടുവരിക എന്നർത്ഥത്തിൽ. പ്ലീസ് ബ്രിങ് മൈ മൊബൈൽ. പ്ലീസ് ബ്രിങ് മൈ മൊബൈൽ. ഞാൻ എടുത്തുകൊണ്ട് വരാം. ഞാൻ എടുത്തുകൊണ്ട് വരാം. ഐ വിൽ ഗെറ്റ് ഇറ്റ്. ഐ വിൽ ഗെറ്റ് ഇറ്റ്. അല്ലെങ്കിൽ ഐ വിൽ ബ്രിങ് ഇറ്റ് എന്ന് പറയാം. ഐ വിൽ ബ്രിങ് ഇറ്റ്. അവൾക്ക് നോക്കിപ്പോയി കാണാനില്ല. അപ്പോൾ പറയണേ അതിവിടെ എവിടെയും ഇല്ല. അതിവിടെ എവിടെയും ഇല്ല. ഇറ്റ്സ് നോവെയർ ഹിയർ. ഇറ്റ്സ് നോവെയർ ഹിയർ. എവിടെയും ഇല്ല ഇവിടെ. നോവെയർ എവിടെയും ഇല്ല എന്നാണ് അർത്ഥം. ഇറ്റ്സ് നോവെയർ ഹിയർ. എവിടെയും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ മേശപ്പുറത്തുണ്ട് എന്ന് പറയണത്. അത് ആ മേശപ്പുറത്തുണ്ട്. ഇറ്റ്സ് ഓൺ ദി ടേബിൾ. ഇറ്റ്സ് ഓൺ ദി ടേബിൾ. ഇറ്റ്സ് ഓൺ ദി ടേബിൾ. അപ്പോൾ മേശപ്പുറത്താണോ വെച്ചത് എന്ന് അത്രയ്ക്ക് ഓർമ്മയില്ല. അപ്പോൾ എവിടെയോ വെച്ചു. അപ്പോൾ ആ കൺഫ്യൂഷനിൽ പറയാണ് അത് ആ മേശപ്പുറത്ത് ഉണ്ടാവും. മേശപ്പുറത്ത് ഉണ്ടാവും. അതിനൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്. മേശപ്പുറത്ത് ഉണ്ടാവും. ഇറ്റ് കുഡ് ബി ഓൺ ദി ടേബിൾ. ഇറ്റ് കുഡ് ബി ഓൺ ദി ടേബിൾ. ഇത് മേശപ്പുറത്ത് ഉണ്ടാവാനൊരു സാധ്യതയുണ്ട്. അതാണ് ഇറ്റ് കുഡ് ബി എന്ന് പറയും. ഇറ്റ് കുഡ് ബി ഓൺ ദി ടേബിൾ. അപ്പോൾ കിട്ടി. അപ്പോൾ എന്താണ്? അതിവിടെ ഉണ്ട്. യെസ് ഇറ്റ് ഈസ് ഹിയർ. യെസ് ഇറ്റ് ഈസ് ഹിയർ. ഇതിവിടെ ഉണ്ട് എന്ന് പറയാം. യെസ് ഇറ്റ്സ് ഹിയർ. ഇതിവിടെ ഉണ്ട്. ഇറ്റ്സ് ഹിയർ. അപ്പോൾ അതെടുത്തിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. ഇതാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോൾ എങ്ങനെ പറയാം? ഹിയർ ഇറ്റ് ഈസ് എന്ന് പറയണം. ഹിയർ ഇറ്റ് ഈസ്. ഒരു സാധനം എടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് പറയണം? ഹിയർ ഇറ്റ് ഈസ്. ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസുകൾ. ആവർത്തിച്ച് കേട്ട് പറഞ്ഞ് പഠിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു കൂട്ടവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.